ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സായി കമ്പാരിസൺസ് പാർട്ട് 37. ഇന്ദ്രിയങ്ങൾ നിങ്ങളെ പ്രകൃതിയാകുന്ന കാട്ടിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അങ്ങനെ ഇന്ദ്രിയ തൃഷ്ണയോടുകൂടി ഒരു കാട്ടിൽ അകപ്പെടുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? മഹർഷിമാർ എന്തിനാണ് കാട്ടിൽ പോയത്? കാട്ടിലെ നിശബ്ദതയിൽ അവരുടെ മനസ്സുകളെ ആമഗ്നമാക്കുന്നതിന് വേണ്ടിയാണ് അവർ പോയത്. എന്തെന്നാൽ എല്ലാ ശബ്ദങ്ങളും നിലച്ച് പൂർണ്ണമായ നിശബ്ദതയിലെ ഈശ്വരൻ്റെ ശബ്ദം ശ്രവിക്കുവാനാകൂ. അതിനുവേണ്ടി തങ്ങളുടെ ചിന്തകളെ ഈശ്വരനിൽ ഉറപ്പിക്കുന്നതിനാണ് അവർ വനവാസം ചെയ്തത്. പുറത്തുനിന്നും വരുന്ന ശബ്ദങ്ങൾ ഇല്ലാതെ ആക്കുന്നതിനായിട്ട് ജനലുകൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വനവും തപസ്സിൻ്റെ ഒരു മുനി കവാടവും ആക്കി തീർക്കുവാൻ സാധിക്കും. മനസ്സാകുന്ന അടുപ്പിൽ വാസനകളാകുന്ന വിറക് വെച്ചു കൊടുക്കുമ്പോൾ സന്തോഷം, സന്താപം എന്നീ തീ ആളിക്കത്തുന്നു. വിറക് എടുത്തു മാറ്റിയാൽ തീ അണഞ്ഞു പോകുന്നു. വാസനകൾ, പ്രേരണകൾ, വികാരങ്ങൾ എന്നിവയൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ അധിപനായി തീരുവാൻ സാധിക്കും. ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗം ഭക്തിയാണ്. നാമസ്മരണ മാത്രം മതിയാകും. ഈ കലിയുഗത്തിൽ എല്ലാ ഈശ്വരനാമങ്ങൾക്കും വീര്യമുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ രാധേശ്യാം എന്ന് ജപിക്കുമ്പോൾ ആ നാമത്തിൻ്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. രാധ എന്നാൽ ഒരു വ്യക്തിയല്ല, അത് ധര, അതായത് ഭൂമിയെയാണ് രാധ പ്രതിനിധാനം ചെയ്യുന്നത്. അത് ജഡമാണ്, സൃഷ്ടിയാണ്. ശ്യാമ അഥവാ കൃഷ്ണ സ്രഷ്ടാവാണ്, അന്തരാത്മാവാണ്. ചിത്തം അഥവാ അവബോധമാണ്. പുരുഷൻ അഥവാ പരമാത്മാവ് ബ്രഹ്മമാണ്. ശക്തിയാണ് പരമാത്മാവ്, വ്യക്തി ജീവാത്മാവാണ്. സമുദ്രം ശക്തിയും തിരമാല ജീവനുമാണ്. എല്ലാ സ്വാദുകളും എല്ലാ ശക്തികളും തിരമാലകളുടെ ഗർജനവും സമുദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അവയെല്ലാം സമുദ്രത്തിൽ തന്നെ അപ്രത്യക്ഷമാകുന്നു. ഈ തിരമാലയുടെ നാമരൂപങ്ങളുടെ അപ്രത്യക്ഷതയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിൽ ലയിക്കുന്ന തിരമാലയുടെ അവസ്ഥയാണത്. അതുപോലെ വ്യക്തിത്വമെന്ന വ്യത്യാസമില്ലാതെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണ് മുക്തി അഥവാ മോക്ഷം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ മത്സ്യങ്ങൾക്ക് സന്തോഷമാണ്. അവയെ വെള്ളത്തിൽ നിന്നെടുത്ത് കരക്കിട്ടാൽ അവ ജീവനു വേണ്ടി പിടയ്ക്കുന്നു. അതുപോലെ പ്രേമം, ശാന്തി, സത്യം എന്നിവയിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യന് സന്തോഷമുണ്ടാകും. ഈ ഗുണങ്ങൾ ഇല്ലെങ്കിൽ കരയ്ക്ക് എറിയപ്പെട്ട മത്സ്യത്തെ പോലെ മനുഷ്യൻ പിടയ്ക്കുന്നു. ജീവനമായ ജലത്തിലേക്ക് മടങ്ങുവാനുള്ള മാർഗം സാധനയാണ്. ഒരു ശില്പി ഒരു കല്ല് കാണുമ്പോൾ ആ കല്ലിൽ അന്തർലീനമായി മറഞ്ഞു കിടക്കുന്ന സുന്ദരമായ രൂപത്തെ വിഭാവന ചെയ്യുന്നു. ആ കല്ലിൽ നിന്നും ആ സുന്ദര രൂപത്തിന് മുക്തി കൊടുക്കുന്നതുവരെ ശില്പിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല. ഒരു കല്ലിനെ കല്ലായി കാണാതിരിക്കുക. അടിസ്ഥാനപരമായി അതിൽ ലീനമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണുക. ഈശ്വരൻ എല്ലായിടത്തും എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുന്നു എന്ന വസ്തുത ഓർമ്മിക്കുക. അതാണ് ശില്പം ചെയ്യുന്നത്. ഈശ്വരൻ സൂര്യനാണ്. അഹന്തയാകുന്ന മേഘങ്ങൾ മറയ്ക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്ന രശ്മികൾ അതിലുള്ള താമരമുകുളത്തെ വികസിപ്പിക്കുന്നു. താമര ഇതളുകൾ വിടരുന്നു. വിരിയാൻ പാകമായ മുകുളങ്ങൾ മാത്രമേ വിടരൂവെന്ന് ഓർമ്മിപ്പിക്കുക. മറ്റുള്ളവയ്ക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ്. ആ സമയത്ത് ഈശ്വരനാമത്തിൻ്റെ കൂട്ട് വിടാതെ ഇരിക്കുക. ഈശ്വര നാമസ്മരണയാണ് എല്ലാ സങ്കടങ്ങൾക്കും അസുഖങ്ങൾക്കും ഉള്ള ഉത്തമമായ ഒറ്റമൂലി.
ധനം സമ്പാദിക്കുന്നതിനായി മനുഷ്യൻ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നു. അതുപോലെയുള്ള പരിശ്രമം പ്രേമമാകുന്ന ധനം ആർജിക്കുന്നതിനും ആവശ്യമാണ്. ഇന്ന് മനുഷ്യൻ ധനത്തെ പരിതാപകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അവർ അവരുടെ പ്രേമധനമെല്ലാം നിക്ഷേപിക്കേണ്ടത് ഈശ്വരഭക്തിയാകുന്ന ബാങ്കിലാണ്. ഈ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്ന് മാത്രമല്ല, ആനന്ദം എന്ന ആദായം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരനോടുള്ള പ്രേമം നിക്ഷേപിക്കേണ്ട ബാങ്ക് നിങ്ങളുടെ ഹൃദയം തന്നെയാണ്. വേറെ എവിടെ നിക്ഷേപിച്ചാലും അത് സുരക്ഷിതമായിരിക്കില്ല. ധനനിക്ഷേപം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലെ നിക്ഷേപം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുകയില്ല. ഹൃദയത്തിന് ഒന്നുമില്ലെങ്കിലും അത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ഹൃദയത്തിന് വാതിലോ പൂട്ടോ ഒന്നും ഇല്ലെങ്കിലും അത് സുരക്ഷിതമാണ്. ഈ പ്രേമത്തെയാണ് അമൃതസ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്നത്. തേൻ നാവിനു മാത്രം മധുരം പകരുന്നു, പക്ഷേ ദിവ്യപ്രേമം നിത്യമായ ആനന്ദം നൽകുന്നു. മാധുര്യമേറിയ തേനാണ് ഈ അമൃതനിക്ഷന്തിയായ പ്രേമം. അത് എല്ലാവരും നേടേണ്ടതാണ്. ജയ് സായിരാം.